മറ്റവന്റെ പേരെ നെല്ലെടുത്തിട്ടാ പിന്നെ നിങ്ങൾക്ക് കിട്ടുന്നതല്ലാതെ മനസ്സിലാക്കാൻ കഴിയില്ലല്ലോ ആർക്കെങ്കിലും. നല്ല സ്തുതിയല്ലേ നല്ല സംസ്കൃതമല്ലേ? അതെ അതെ, അതിനോണ്ട് ആർക്കും പൊതിർക്കായില്ലല്ലോ. അക്ഷരം അറിയണ്ടേ? നാം അറിയണ്ടല്ലേ? അക്ഷരം അറിഞ്ഞാലല്ലേ ശങ്കരവറ കൊടകിന് പോയി കെട്ടിപ്പേറിക്കൊണ്ടെന്നോ അമ്മര നെഞ്ചത്തിട്ട ഒട്ടും കിട്ടാ ഒട്ടും കിട്ടാ. അതിന്റെ ധ്വനി എന്തെന്ന്? എന്റെ സപ്ല നല്ലല്ലേ? നല്ല ധ്വനി, നല്ല ഈണമല്ലേ? ഭയങ്കര ഈണല്ലേ? ആ ഈണത്തിൽ ആർക്കും കഴിയോ? അത് അയ്യോ, ഈ ഈണത്തിൽ ആർക്കും ആവില്ല. നല്ല ഈണല്ലേ? പൊതിർക്കോ? പൊതിർക്കാൻ കഴിയില്ലപ്പാ. ആരുണ്ടാവും? ആർക്കും മനസ്സിലാകുന്ന നല്ല പൊതിർക്കാൻ ആരുമില്ലല്ലോ അല്ലേ? പൊതിർക്കാൻ കഴിയില്ലപ്പാ. എന്തായാലും പൊതിർക്കാൻ കഴിയില്ല. ഓ, അത് പിന്നെ ചോദിക്കാനോ ഉണ്ടോ? അതെ, അത് പിന്നെ ഒട്ടും ചോദിക്കാനേ ഇല്ല. ശങ്കരവറ കൊടകിന് പോയി കെട്ടിപ്പേറിക്കൊണ്ടെന്നോ അമ്മര നെഞ്ചത്തിട്ട ശബ്ദവും ധ്വനിയും എല്ലാം കൂടുമ്പോ ഒരു കടവിലെ ശബ്ദമല്ലേ? അതന്നെ, നല്ല ശബ്ദല്ലേ? നോക്കാനേ ഇല്ല. നല്ല ശബ്ദമല്ലേ? ഇന്നല്ലാണ്ട് ചോദിക്കാനുണ്ടോ? ആരും പൊതിർക്കായില്ലല്ലോ. പൊതിർക്കാൻ പോയിട്ട് അത് ഒരക്ഷരം തൊടാൻ കഴിയും. ആരും ഒന്നും തൊടാൻ കഴിയില്ല. സ്വരവും ഭംഗിയിട്ട്, ആ ഈടവും ഭംഗിയിട്ട്, നാദവും ഭംഗിയിട്ട്. നാദവും ഭംഗിയിട്ട്. നിങ്ങളെല്ലാരും ഇപ്പൊ ദൈവം എല്ലാം വന്ന് നിൽക്കുമ്പോ ഒരു കാമട്ടപ്പൂത്തല്ലപ്പോ അത് പുഷ്പങ്ങളെ കൊണ്ട് അലങ്കരിച്ചതല്ലേ? ആ പുഷ്പങ്ങളെ കൊണ്ട് അലങ്കരിച്ചിട്ട് ഇവിടെ കൊണ്ടുവന്ന് കാഴ്ച വെച്ചതല്ലേ ഇത്? അതിന് പേരുണ്ട്, അമൃത് കലശം എന്നറിയും. അതാ ആരെടുക്കല്? അത് എടുക്കാനാളുണ്ട്. ആര് എടുക്കാന്ന് പറഞ്ഞാൽ നാൽപ്പാടിയുണ്ട്. നാൽപ്പാടി മാറാതെ എടുക്കല്. നാളെ പാടിയാ? നാളെ പാടിയല്ല, ഇന്നലെ പാടിയ പോലെ. ഇന്നലെ പാടിയാൽ എങ്ങനെ ഇപ്പൊ അപ്പൊ ആചാര പേരില് നാൽപ്പാടി. അതെയാ? മറ്റന്നാ പാടിയല്ല? മറ്റന്ന പാടിയാലും ചോദിച്ചു വിട്ടണം. പിന്നെ കിട്ടുന്നത് നല്ല പാല് കിട്ടും. നല്ല പാല് കിട്ടും ഇങ്ങോട്ട്. അടുത്ത് പോവാല്ലോ അല്ലേ? അല്ല, അത് പേടിക്കൊന്നുമില്ല. പേടിയൊന്നുമില്ല. അതെയാ, പേടി ഉണ്ടാവില്ലല്ലോ. പേടിയില്ല. ഭയം ഉണ്ടാവും. അത് ഓക്കെ. നമുക്കില്ല തന്നെ. അതെ, അമൃത് കലശം. അതെ, പിന്നെ അങ്ങനെ ഓരോരോ ദൈവത്തെ അല്ലേ, അങ്ങനെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഇങ്ങനെ നീങ്ങണം. അപ്പൊ നീങ്ങുമ്പോ ചെറുത് ഭയങ്കര പേടിയുണ്ടോ? അതെന്ന് പറഞ്ഞാൽ നിങ്ങൾ കാത്തിട്ടുന്നല്ലേ? ഒറ്റല്ല കേൾക്കുന്നുണ്ടല്ലോ. എന്നെക്കാളും വലിയ വെച്ചോണ്ട് ഭയങ്കര രുദ്ര അല്ല, ഇത് ഭയങ്കര ഒരു ഭദ്രകാളി അങ്ങനെയല്ലേ രുദ്ര. അതെ, പോണല്ലോ. പോണല്ലോ, നിങ്ങളൊപ്പരം നിങ്ങളെ കാത്തിക്കുന്നല്ലേ? ഒപ്പരല്ലേ തന്നെ. ഇതൊന്ന് ചക്കലൊന്നും ഒരു ചവണിയെല്ലാം ഉണ്ടല്ലോ. വീട്ടത്തെ ഇങ്ങനെയൊക്കെ പറ്റിയിട്ടുണ്ട്. ഇത് ഒറ്റ ചക്കലത്തെ ചവണിയല്ലാതെ വീട്ടത്തെ പിന്നെ അത് ഇത് നല്ല പാല കഴിച്ചോട്ടി. പേടിക്കാനില്ലപ്പ നിങ്ങളെ വരുന്നത് കാത്തിരിക്കാനെ കാത്തിക്കുന്നല്ലേ? അതെ, നല്ല രൂപന്നല്ലേ? ആ, ഒന്നും പേടിക്കാനില്ല. നിങ്ങൾക്ക് ആരോട് ഉറപ്പിക്കണ്ടേ? നല്ല സ്ഥലം നോക്കണ്ടേ? ആരോട് ഉറപ്പിക്കണം? ആരോടത്തേക്ക് നിങ്ങൾ ഇങ്ങനെ പോകണം. അപ്പോൾ ബാക്കി കാര്യങ്ങളെല്ലാം ഇങ്ങനെ ചോദിച്ചറിയാണ്ട് ഇങ്ങനത്തെ ഒരു രൂപം കണ്ടതല്ലേ?
ഒരിക്കലും സ്ഥലം എത്തി ഉറപ്പിക്കട്ടാ. ഉറപ്പിക്കാന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഉറപ്പിച്ചിട്ട് കാര്യമില്ലല്ലോ. അഷ്ടമത്തോ ഇട്ടിട്ടല്ലേ ഉറപ്പിക്കേണ്ടത്. അതെ അല്ലേ അങ്ങനല്ലേ? അഷ്ടമത്തം ഉറപ്പിക്കണം. ഉറപ്പിക്കത് ആ അഷ്ടമത്തം വെച്ചിട്ട് ഉറപ്പിക്കണം. അഷ്ടമത്തിലെന്നെ വെക്കാം. അഷ്ടമത്തിലല്ല, പിന്നെ നടക്കണ്ടേ? അഷ്ടബദ്ധം. ആ അങ്ങനല്ല അല്ലേ? അതെ, അതുകൊണ്ട് അങ്ങനെ വിളിക്കും. ആ എൻ്റെ ഏട്ടനാ ഓൻ വിളിക്കൽ എങ്ങനെ അറിയാം? അച്ഛൻ്റെ ഏട്ടാ. അങ്ങനല്ല, വേറൊരു പേരില്ലേ? വേറെ പേരിപ്പോ അച്ഛൻ്റെ ഏട്ടാന്ന് വിളിക്കലുണ്ട്. അതല്ല, ഏഹ് പിന്നെ ഒരു പേരില്ലേ? വേറെ പേരുണ്ട്. ഇത് മുത്തപ്പാന്ന് ആ അതന്നെ, മുത്തപ്പൻ, മാഞ്ചേരി മുത്തപ്പൻ. മാഞ്ചേരി മുത്തപ്പൻ. ആ അങ്ങനെയാണ് പേര്. പേര്. അപ്പോൾ കൃഷിപ്പണിയിലായിരിക്കും. എല്ലാം കൃഷിപ്പണിയാണ്. കൊനക്കൊത്തല്ല. പണങ്ങൊത്തലായിരിക്കും. അപ്പോൾ നല്ല കൃഷിയിലായിരിക്കും. നല്ല കൃഷിയാണ്. അപ്പോൾ കൃഷി ചെയ്യുന്ന സമയം വേണമല്ലോ. അതെ, കന്നിമാസത്തിലെല്ലാം കാട് കൊത്തും. ആ കന്നിമാസത്തിൽ കാട് കുത്തും. ആ കന്നിമാസത്തിലെല്ലാം കാട് കൊത്തിട്ട് കർക്കിടത്തിൽ നല്ല തീയിടും. കർക്കിടത്തിന് നല്ല ആ തീയിടും. അപ്പോൾ പാല് പറ്റുമല്ലോ. നല്ല പാകല പറ്റുള്ളൂ. അതെ, നല്ല പാല് പറ്റും. നല്ല അടിയിൽ നിന്ന് കൊടുത്താൽ മതി ആ അല്ലേ? ആ പൊനമായിരിക്കും. നല്ല പോണം. പൊനോന് ഞാൻ എൻ്റെ പഠിപ്പിലുണ്ട്. കർക്കിടത്തിന് തീയിട്ട് കൊടുക്കും. തീയിട്ടിടും. ഇത് വൃത്തിയാക്കലല്ല, ബാളല്ല. അപ്പോൾ അതല്ല പിന്നെ കുമ്പത്തിലായിരിക്കും. കുമ്പത്തിൽ പാടും. ആ നല്ല പാകന് മുളച്ചിട്ട് അത് നല്ല ഞാറിൻ്റെ ആവും. ഇത് നല്ല ഇതല്ലേ? കുമ്പത്തിന് നല്ല തടുപ്പല്ലേ? പിന്നെ ലാഭം. അതെ, ഞാനും പഠിപ്പിലുണ്ടല്ലോ. നഷ്ടമില്ല. രണ്ടാൾ പഠിക്കാറുണ്ട് അല്ലേ? അതെ, നിങ്ങളെ പഠിപ്പുരുണ്ട് അല്ലേ? ഞാനും എൻ്റെ പഠിപ്പിലുണ്ട്. പഠിപ്പുരുണ്ട്. അപ്പൊ കുന്നിന്റെ പുറത്താണ് നോക്കേണ്ടത്. ഓള് കുന്നിൻ്റെ പുറത്ത് വെക്കും. കുന്നിന്റെ പുറത്ത് മുക്കാലിന് 3 കെട്ടുന്ന മുണ്ട് കൊടുത്തിട്ട് മുക്കാലിന് 3 കിട്ടുന്നുണ്ട്. ആ അവിടെ മുകളിൽ നിൽക്കും. മുക്കാലിന് 3 കിട്ടുന്നുണ്ട്. ആ അപ്പൊ എത്ര കയ്യിലുണ്ടാവും? നല്ല വലുതായില്ലേ? അത്രയാ? പിന്നെ അപ്പൊ ആള് താഴ്ന്ന് നോക്കാൻ നല്ല സുഖമല്ലേ? ഇത്രയിലുണ്ടാവും. പണിയെടുക്കുന്നത് നോക്കാൻ നല്ല സുഖമല്ലേ? താഴ്ന്ന് നോക്കണം. താഴെ നോക്കണ. ആ ഇത്ര കിലോ ഉണ്ട്. ആ മുക്കാലിന് 3 കിട്ടുന്ന മുണ്ട് കൊടുത്താല് ആ ഇത്രയും ഉണ്ടാവും. ബാക്കി ഇത്ര വരെ കാണും. നേരെ കാണൂലേ താഴെ നോക്കുമ്പോ? അതിപ്പോ മണങ്ങിട്ട് പണിയെടുക്കുമ്പോ താഴെ നോക്കി താഴെ നിൽക്കണം. അല്ല, നല്ല താഴെ നിന്നാലല്ലേ നേരെ കാണും. പണിയെല്ലാം മോശമല്ല, നല്ല പണിയല്ലേ? നല്ല പണിയല്ലേ? അപ്പൊ അങ്ങനെയാണ് പണിയല്ല. അങ്ങനെ പണി. അപ്പോൾ പണിയെടുക്കുന്ന സമയത്ത് മറ്റേ കഴിച്ചൂട്ടാനല്ലോ പോട്ടെ. ഇപ്പം കഴിച്ചൂട്ടാനെല്ലാം ഉണ്ടല്ലോ. എങ്ങനെയല്ലാതെ കഴിച്ചൂട്ടല്ലോ. ചക്കെല്ലാം കിട്ടിയാൽ നല്ല ആ ചക്കല കിട്ടിയാൽ ചക്കല തിന്നും. പിന്നെ ചക്കല തിന്നും. തിന്നും. ഓ, അപ്പൊ നല്ല ഭക്ഷണമാണ്. ചക്ക ചോളെല്ലാം നോക്കന്നെ. നമുക്ക് അതിന്റെ മുള്ളെല്ലാം നല്ല അല്ല അല്ല ചക്കച്ചോളയെല്ലാം നല്ല മുളകെല്ലാം നല്ല അതെല്ലാം പഠിപ്പിരക്ക് കുഴിച്ചിട്ട് എണ്ണയിലെല്ലാം നല്ല വാട്ടിയിട്ട് അതെല്ലാം എന്റെ ആ പഠിപ്പിര അരിയെല്ലാം വറുത്തിട്ടിട്ട് പഠിപ്പിരക്കും. അതെല്ലാം പഠിപ്പിര കൊടുക്കും. അതെല്ലാം നമുക്ക് വേണ്ട. ഓണ്ടി കരിമുള്ള് മൂക്ക് അതെല്ലാം നമുക്ക് അത് നിങ്ങൾക്ക് അതെല്ലാം ഒന്നും വേണ്ട. നല്ല ഒന്നും സുഖം. വേണ്ട. നല്ല എങ്ങനത്തതായിരിക്കുമല്ലേ രുചി? എങ്ങനെ ഉണ്ടാവും അറിയോ? രുചിയല്ലേ? നല്ല സുഖല്ലേ? അല്ല അത് പിന്നെ ചക്കേനെ അത് കാര്യം. കഴിച്ചുകൂട്ടിനാ? ഞങ്ങൾ മുള്ളു കഴിച്ചോട്ടില്ല. ഇല്ല, മറ്റേ രസം കേട്ടേ നല്ല രസം. നല്ല രസമല്ലേ? ആ പണിപ്പുരക്കോ അല്ല അത് കേൾക്കാം. നമുക്ക് നല്ല രസം. അത് കേൾക്കുന്ന രസം ഉണ്ടാവും. മീനെല്ലാം കിട്ടിയാൽ നല്ല മുള്ളെല്ലാം നമുക്ക് തന്നെ. അതുണ്ടാവും. മീൻ കിട്ടിയാല് മുള്ളെല്ലാം നമുക്ക് തന്നെ. ബാല് മുള്ളു തല അതെല്ലാം തല അതെല്ലാം നമുക്ക് എല്ലാം നമുക്ക് അതിന്റെ നടുക്കിട്ട കഷ്ണമെല്ലാം അതെല്ലാം പഠിപ്പിരക്ക. അല്ലേ? അതെല്ലാം അവിടെ കൊടുക്കും. അതെല്ലാം അവിടെ കൊടുക്കും. അത് നല്ല മുളെല്ലാം കൂട്ടുമല്ലോ. നല്ല അതെല്ലാം മുളക് കൂട്ടി അങ്ങനെ അപ്പൊ നിങ്ങൾക്ക് ഒന്നുമില്ല. നമുക്ക് നല്ല നല്ല മുള്ളില്ലേ? അത് നല്ല ആ വെറുതെ ഇത്ര നല്ല തടിയെല്ലാം ഉണ്ടല്ലോ. അതെ ഇങ്ങനത്തെ എല്ലാം തിന്നുമ്പോ അതിനാണ് ഔഷധ ഗുണമില്ല. അതെ. ഇപ്പോഴത്തെ അതറിയില്ലല്ലോ. അതറിയില്ല. ആ അറിയാത്ത ആളാണ് പോയിട്ട് ആടെല്ലാം പോയിട്ട് അതെ. തിന്നുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇതിനെ അപ്പൊ പുറം കൃഷിയും കാര്യങ്ങളായി ഭക്ഷണമായി. അപ്പൊ എന്തെന്ന് പിന്നെ വേണ്ടത്? കണി കാണണ്ടേ? കണി കാണണം. അതിൽപ്പെട്ടൊന്നും വിട്ടുപോയിട്ടുണ്ടോ? ഇല്ല അല്ല ഇല്ലല്ലോ. ഇല്ല അങ്ങനെയല്ലാണ് സംഗതി. അപ്പൊ പിന്നെ കണി കണ്ടിട്ട് ചോദിച്ചിട്ട് കണിയറ വിളിക്കണ്ടേ? കണിയാറെ വിളിച്ചിട്ട് നാഴിക വന്നു എന്ന് ചോദിക്കണ്ടേ? ചോദിക്കണം. പിന്നെ അങ്ങനെ വെക്കണം അല്ലേ? കണി കാണണമെങ്കിൽ അങ്ങനെ വേണ്ടേ? കണിയറ നായി വന്നോ നായി വന്നോ നായി വന്നോ? നായി വന്നു. നായി വന്നു എന്നല്ല, പിന്നെ അങ്ങനെ നാഴികയായോ എന്നാണ് ചോദിക്കണ്ടേ? അതങ്ങനല്ലേ ചോദിച്ചത്? നായി വന്നു. കണിയറേ നായി വന്നോ നായി വന്നോ? നായി വന്നു.